ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ മുത്തുമണികളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എത്രത്തോളം ആളുകൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിക്ക് എടുക്കുന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ശരി എന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ ശരിയെന്ന് മാത്രമല്ല, കാരണം വേറെ ഒരുപാട് പേര്, കാരണം ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ടാവുന്നല്ലേ. എന്തായാലും ഇത് നമ്മൾ തരണം ചെയ്യണം. പക്ഷേ നമുക്ക് പോയതൊന്നും തിരിച്ച് കിട്ടൂല. അത് വെച്ചിട്ട് നമ്മളൊന്നും ആർഭാടിക്കാനോ അഹങ്കരിക്കാനോ അത് വെച്ച് വിഷമിച്ചിരിക്കാനോ ഒന്നുമല്ല. ഞാൻ മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഉമ്മ എന്നാണ് വീഡിയോയിൽ വരിക, ഉമ്മാനെ എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇത്ര ദിവസം ഉമ്മാ യുദ്ധ കഴിഞ്ഞിട്ട് ഏകദേശം 2 ആഴ്ചയോളം ആയിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഉമ്മാനെ നേരങ്ങത്തിൽ വീഡിയോസിലോ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടുമില്ല, ഉൾക്കൊള്ളിച്ചിട്ടുമില്ല. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളിക്കുമെന്ന് വെച്ചാൽ ചിലപ്പോൾ പഴയ പോലെ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ, കാരണം ഉമ്മാനെ സ്നേഹിക്കുന്നതും അതായത് ഉമ്മാനെ ഇഷ്ടപ്പെടുന്നതും ഉമ്മാൻ്റെ വീഡിയോസ് മാത്രം കാണാനായിട്ടിരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചാനൽ, അതായത് ഉമ്മയും മോനും എന്നൊരു ചാനലിൽ, ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ ആ ഒരു ലേബലിലാണ്. അപ്പോൾ കഷ്ടിപ്പോൾ ഏകദേശം എൻ്റെ അറിവിൽ ഒരു 7-8 മാസത്തിൻ്റെ ഉള്ളിലായിട്ട് ഉമ്മ വീഡിയോസിൽ അങ്ങനെ അല്ലല്ല, ഒരു 6-7 മാസത്തിൻ്റെ ഉള്ളിലായിട്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. മറവിലായിരുന്നു, ഇന്ത്യയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ന്യൂഫലജ് പെട്ടെന്ന് ഉമ്മാനെ കാണിച്ചു എന്നൊന്നും ഇതിൽ പറഞ്ഞ് വന്നാലും ഞാൻ എന്താ പറയുക, എനിക്ക് ശരിയെന്ന് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞ എൻ്റെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉമ്മ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളപ്പോൾ ഉമ്മ വീഡിയോയിൽ വന്നിട്ട് ഉമ്മ ഹാപ്പി ആയിരുന്നു, ഉമ്മ പഴയതൊന്നും മറന്നു എന്നുള്ളതല്ല. ഞാനിപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിലും, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, നമ്മളെ വിജയത്തിൽ കൂടെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും, അവർക്കൊക്കെ ഉമ്മാൻ്റെ വിശേഷങ്ങൾ അറിയാനും ഉമ്മാനെക്കുറിച്ച് അറിയാനും എല്ലാം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഉമ്മാനെ ഞാൻ വീഡിയോയിൽ വരുത്തുന്നുണ്ട്. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ ഉമ്മ സജീവമാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഒരുപാട് പേര് ഇപ്പോഴും പേഴ്സണലി വിളിച്ച് ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്കൊന്നും കോൾ എടുക്കാനോ വീട് വേണ്ട തിരക്കൊണ്ട് എനിക്കതിനൊന്നും പറ്റലില്ല. ഉമ്മാൻ്റെ വിശേഷങ്ങൾ ചോദിച്ചിട്ടും ഉമ്മാൻ്റെ ഇത് ചോദിച്ചിട്ടും ഒക്കെ നമുക്കെന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടാൽ ഇനി അത് തിരിച്ച് കിട്ടില്ല. ജനിച്ചാലും ഒരിക്കൽ മരണമുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ച് നമ്മൾ സങ്കടപ്പെട്ടിരുന്നിട്ടോ വിഷമിച്ചിരുന്നിട്ടോ നഷ്ടം നമ്മുടെ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ള കാലത്തും ബാക്കിയുള്ളവരെല്ലാം സ്ഥലത്ത് സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു ചുമതല ഞാൻ ഏറ്റെടുത്തെടുക്കണം ഗൈസ്. അതുമ്മ വീഡിയോയിൽ വന്നിട്ട് ഉമ്മ ആ സന്തോഷം, വാപ്പ മരിച്ച സന്തോഷം ഉമ്മ വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെന്നൊന്നും പറയരുത്. കാരണം ഞാൻ എൻ്റെ നിർബന്ധപ്രകാരം കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് ഉമ്മാനെ കാണാൻ ആഗ്രഹമുണ്ട്, ഉമ്മാൻ്റെ സംസാരം കേൾക്കാൻ ആഗ്രഹമുണ്ട്, ഉമ്മാൻ്റെ പഴയ കളികളും ചിരികളും കാണാൻ ആഗ്രഹമുണ്ട്. എനിക്കും ആ ആഗ്രഹമുണ്ട് ഗൈസ്. കാരണം നമ്മളൊക്കെ ഇപ്പോഴും വീട് വേണ്ട തിരക്കിലാവുകൊണ്ടാണ് നമ്മളായിക്കൊന്നും വലിയ ഇത് ആ ഒരു പഴയ, ഇപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നവർക്കറിയാം, ആ ഒരു പഴയ ഊർജ്ജം എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മ വീഡിയോസിൽ വരുമ്പോഴാണ്. ഉമ്മ ഡൗൺ ആയത് ഉപ്പാൻ്റെ മരണശേഷമാണ് ഉമ്മ ഡൗൺ ആയത്. അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഉമ്മ വീഡിയോയിൽ വരുന്നുണ്ട്. മാക്സിമം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ കൂടെ ഉമ്മ ഉണ്ടാവും. നിങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കാണുക, അത് വേറെ രീതിക്ക് എടുക്കുന്നവരാണെങ്കിൽ അത് എടുക്കുക. അല്ലാതെ ഏത് രീതിക്ക് ചിന്തിച്ച് കൂട്ടി ഒരു ഇതായിന് അവിടെ തന്നെ ഇരിക്കണം അങ്ങനെ തന്നെ ചിന്തിച്ച് കൂട്ടുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിച്ച് കൂട്ടിക്കോളി. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇനി ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടി ഉമ്മാനെ കൊടുന്നു എന്ന് പറഞ്ഞവരെ വെച്ചാൽ അങ്ങനെ പറഞ്ഞോളി ഗൈസ്, എനിക്കൊരു കുഴപ്പമില്ല. കാരണം എനിക്ക് എൻ്റെ ഉമ്മ എന്താണെന്നുള്ളതും എൻ്റെ പ്രേക്ഷകരെന്താണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഉമ്മ ഇന്നത്തെ വീഡിയോ മുതൽ ജോയിൻറ്റ് ചെയ്യുന്നുണ്ട്. പഴയ ഒരു ആക്റ്റീവ് വരുത്താനോ കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുപോകാനോ അതൊക്കെ ഞാൻ ഒരു ലെവലിക്കൊക്കെ ആക്കി നിർത്തും ഇൻഷാ അല്ലാഹ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുസമൂഹം എന്ത് പറയും എന്നുള്ള ഒരു ഇത് നല്ലോണം ഉണ്ട്. കാരണം നമ്മളെ മൈൻഡ് ആവില്ല ചിലപ്പോൾ വീട്ടിലുള്ളവർക്കായാലും, വീട്ടിൽ നിന്ന് കുടുംബക്കാരായാലും നമ്മുടെ റിലേറ്റീവ്സ് ആയാലും ഇപ്പം തന്നെ ചിലപ്പോൾ പറയും ഉമ്മാനെ ഇപ്പം തന്നെ വീഡിയോയിൽ കൊടുന്നു അതാണെന്നൊക്കെ പറയും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മാനെ എത്ര ദിവസം കൊടുത്തിട്ടില്ല. ഓക്കെ, ഉമ്മാനെ കൊണ്ടുവരാത്തതും കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾക്ക്
ഇനി ഇവിടെ നിന്നുള്ള കാലം അങ്ങോട്ട് ഇനി എത്ര കാലം ഇങ്ങനെ നിൽക്കുക ഉമ്മാനെ അത്രയും ദിവസം നമുക്ക് ഉമ്മയുടെ ആ കളിയും ചിരി എനിക്ക് നഷ്ടപ്പെടുകയാണ്. എനിക്കിപ്പോൾ ആ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഉമ്മ വരുന്നുണ്ട്, ഉമ്മയുടെ വിശേഷങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ പഴയതൊന്നും കുറിച്ച് ഞാൻ ചോദിക്കാനോ അതിനോ ഒന്നിനും ഞാൻ നിൽക്കൂല. എന്തായാലും ഇന്ന് ഉമ്മാനെ കാണാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ എത്രത്തോളം ശരിയുണ്ട് നല്ലതുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇതിങ്ങനെ പറയണ എന്താണെന്ന് ഈ പറഞ്ഞ തന്നെ പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല ഗൈസ്. ഓക്കെ, എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ശരിയും തെറ്റൊന്നും നോക്കാതെ ഞാൻ നോക്കുന്നുണ്ട് ഗൈസ്. പിന്നെ കുടുംബിനി ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് കുടുംബിനി പറയാനുള്ളത്? ഇന്ന് ഉമ്മ കുറേ കാലത്തിന് ശേഷം ഉമ്മനെ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി പോകണം. എന്താണ് എൻ്റെ അഭിപ്രായം? എന്താണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്? എന്താ പേഴ്സണലി പറയാനുള്ള പറഞ്ഞാൽ ഇനിയിപ്പോ കുറെ ആൾക്കാർ ചിലപ്പോ ഈ നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നവരില്ലേ, ഓര് പറയും 1 കൊല്ലം ഇരുന്നിട്ട് വന്നാ മതി എന്നൊക്കെ. ഉമ്മ നീയത്തെടുത്തിക്കണത് 4 മാസം 10 ദിവസമാണ്. അത് ഉമ്മ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനുശേഷം ഉമ്മക്ക് അടങ്ങേറില്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ല, ഈ 1 കൊല്ലം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നെഗറ്റീവ് പറയുന്നവരാട്ടോ, ഈ 1 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് പോയത് തിരിച്ചു കിട്ടുമോ? ഇല്ലല്ല. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. നമ്മളെന്തായാലും കൊല്ലം കൊണ്ട് സങ്കടം മാറൂല. 1 കൊല്ലം ഇരുന്ന സങ്കടം മാറും ഇല്ല. അപ്പൊ പോയത് നമുക്ക് തന്നെയാണ്. അപ്പൊ നമ്മളത് ഉള്ളിൽ വെച്ച് ഇങ്ങനെ നടക്കുക, അല്ലാതെ എപ്പോഴും പുറത്ത് കാട്ടി നടക്കുന്നതിനല്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഉമ്മാനെ കാണിക്കണം എന്നുള്ള വീഡിയോസ് ഒരുപാട് ആളുകൾ പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാത്തതിൻ്റെ പിന്നിൽ എത്രത്തോളം എന്തൊക്കെയാണ് വരിക എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. കാരണം ഈ ഒരു ടൈമിൽ ഞാൻ അങ്ങനത്തെ ഒന്നും ഇതാക്കേണ്ട വെച്ചിട്ടായിരുന്നു. ഇനിയൊന്നും നോക്കുന്നില്ല. എന്തായാലും ഇൻഷാ അല്ലാ ഉമ്മാനെ ഞാൻ ഒന്ന് മിഞ്ഞായം പോലെ വീഡിയോസിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഉമ്മക്ക് എൻട്രി ഒന്നുമില്ല. ഉമ്മേ അപ്പോൾ വരാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇനി ഉമ്മയുടെ സംസാരം കേൾക്കുമ്പോഴും ഇനി ആ സ്ത്രീക്ക് ഭർത്താവ് മരിച്ച ഒരു സങ്കടമില്ല, അവർക്ക് അതില്ല ഇവർക്ക് ഇതില്ല, ഒക്കെ എല്ലാം തരണം ചെയ്യണം എന്ന ഇത് മുൻകൂട്ടി ഇതാക്കിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഇനിയിപ്പോൾ ഈ വീഡിയോക്ക് ഇനി വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സങ്കടം നമ്മൾ മനസ്സിലുണ്ടാവുക. അതിപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കണമെങ്കിൽ നമ്മളെപ്പോഴും കരഞ്ഞുകൊണ്ട് കുത്തിരിക്കണോ? ഒന്നും നമുക്ക് അറിയൂല ഗൈസ്. ഓക്കെ, ഉമ്മയാണെന്നുണ്ടെങ്കിലോ അല്ല, ഉമ്മയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഉമ്മ എപ്പോഴും ഹാപ്പി ഉള്ള ഒരാള് കരഞ്ഞു കണ്ടത് ഞാൻ അന്ന് മാത്രമാണ് ഗൈസ്. വിഷമിച്ച് നിൽക്കണ കണ്ടത്. അതുവരെ നമുക്ക് നിങ്ങൾ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഉമ്മയുടെ ഹാപ്പിനെസ്സും ഉമ്മയുടെ ഇതും. കൊറേ രാത്രി കരയലുണ്ട്. ഞാൻ റൂമിന്റെ അപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കും. രാത്രി ആവുമ്പോ 10 മണിക്ക് ശേഷം പിന്നെ ചിരിയൊക്കെ മാറിയിട്ട് ഒരാൾ കരയാൻ തുടങ്ങുക റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട്. ഞാൻ ഉമ്മാനെ നമുക്ക് പഴയ ഉമ്മാനെ ഞാൻ തിരിച്ചു കിട്ടുമെന്നൊന്ന് നോക്കാനുള്ള ഒരു പരിശ്രമമാണ്. അത് വീഡിയോയിലൂടെ കാണിക്കേണ്ട നൗഫൽ, അല്ലാതെ കാണിച്ചൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയാണ്. ചിലപ്പോൾ ഇതിലൂടെ കാണിച്ചിട്ട് ഉമ്മാക്ക് പഴയ ഇതിലേക്ക് കണ്ടു. അപ്പോൾ ഈ വീഡിയോസ് കരഞ്ഞോണ്ടാണ് ഇപ്പൊ ആ മുഖം കഴുകിക്കണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലേ? അല്ല, വരുന്ന കാണാനല്ല, വീഡിയോയിലേക്ക് വരുന്നില്ല. അതെന്താ നിങ്ങൾ കരയണേ? കൊറേ നാളുകൾക്ക് ശേഷം പിന്നെ മൊത്തത്തില് ചക്കര വരെ കരയുന്നു. അതെന്തിനാ ഇജ്ജ് കരയണേ? ചക്കര ഈ എന്തിനാ കരയണേ? ഞാൻ ഒരാളെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ എല്ലാരും ഇരുന്ന് കരിയേ. നമ്മളിപ്പോ പറഞ്ഞമാതിരി ഒരാള് ഉമ്മാനെങ്ങനെ വിളിക്കുമ്പോ അത് കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ വാപ്പാനെ വിളിക്കും. ഇത്ര ദിവസം ഉമ്മാനെ വിളിക്കുമ്പോ അത്ര ഫീൽ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ ഇങ്ങനെ അറിയാൻ തുടങ്ങി. എന്ത് ഉമ്മാനെങ്ങനെ വിളിക്കുമ്പോ വാപ്പാനെ വിളിക്കാൻ മൈക്ക് ഇപ്പൊ എന്തിനാ പറ്റിയ? ഇത്രയൊക്കെ ഒച്ച കേട്ടാ മതി. ഇത്രയൊക്കെ ഒച്ച കേട്ടാ മതി. എന്തേ പാടില്ല. എന്തായാലും നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആള് ധരിക്കണു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലേ? ഇപ്പോ ഇതിനായിട്ട് കാത്തു നിക്കണോന്നൊന്നും ചോദിക്കണ്ട. അല്ല, ഫോൺ വിളിച്ചോണ്ട് മാത്രം നമ്മള് വീഡിയോയില് വരുന്നതല്ല. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടുന്ന് വീഡിയോസ് എടുക്കുമ്പോഴും നമ്മളെ ജോലി കാര്യങ്ങളൊക്കെ യൂട്യൂബാണ്.
അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്ന ടൈമിലൊക്കെ ഞാൻ എന്താക്കും, ചിലപ്പോൾ ഉമ്മ സിറ്റ് ഔട്ടിലിരിക്കാവും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന ഉമ്മ ഇവിടെ ഇരിക്കാവും. അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്ന ടൈമിൽ ഉമ്മയോട് പറയും നിങ്ങൾ മുണ്ടരുത്, നിങ്ങൾ ക്യാമറ അതിനെ പാസ് ചെയ്ത് 3-4 തവണ എനിക്ക് എന്താ വെച്ചാൽ ഒരു കഴിഞ്ഞ ടൈമിൽ ഉമ്മ അതിനെ പാസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ആളുകൾ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ കഴിയലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉമ്മാനെ എന്തിനാണ് നമ്മളങ്ങനെ അകറ്റി നിർത്തുന്നത്, ഉമ്മാനെ എന്തിനാണ് മാറ്റി നിർത്തുന്നത്, ഉമ്മാനെ എന്തിനാണ് റൂമിലിട്ട് അടച്ചിടുന്നത്? ഉമ്മ ഇരിക്കേണ്ട സമയം ഉമ്മ ഇരുന്ന് ഇനിയിപ്പോൾ എന്തായാലും നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചിട്ടു. ഒരു കൊല്ലല്ല 10 കൊല്ലായാലും പോയത് പോയതല്ലേ. അപ്പൊ എത്ര എല്ലാരും പിന്നെ പറഞ്ഞാ ഇങ്ങനെ ഇരിക്കണോണ്ട് പാപ്പാക്ക് സന്തോഷമൊന്നും കിട്ടാൻ പോണില്ലല്ലോ. പാപ്പാക്ക് എല്ലാരും ചിരിച്ച് കളിച്ചിരിക്കുന്നതാണ് പാപ്പാക്ക് ഇഷ്ടം. എല്ലാരും അങ്ങനെ അപ്പൊ ചക്കര പറയുന്നത് അതാണ് അല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ അത്ര ദിവസം ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ ചക്കരനോട് പറയും ഇമ്മാനോട് അതിനെ വരണ്ട. ഞാൻ ഇമ്മാനോട് തന്നെ പറയും, നിങ്ങൾ ഉമ്മേനെ പറയലുണ്ട് ഇഞ്ച എന്നാ ഒന്ന് തീരുക. അതായത് നമ്മളവിടെ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഉമ്മ സംസാരിക്കും. അപ്പോൾ ഉമ്മയുടെ സംസാരം കേട്ടാൽ എന്താ അങ്ങനത്തെ കമൻസിൻ്റെ മാത്രമല്ല കേട്ടോ, അതൊക്കെ സംഭവം നമ്മളൊക്കെ അത് പാലിക്കേണ്ടതാണെങ്കിൽ നമ്മൾ അതിന് ഇരിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കണം. ഉമ്മ കറക്റ്റായിട്ടും അതിൽ കൂടുതലും ഉമ്മ ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 കൊല്ലം കഴിഞ്ഞാലും 2 കൊല്ലം കഴിഞ്ഞാലും എന്താണ് ഏകദേശം 3 വീക്കോളം ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടും നമ്മൾ ഉമ്മാനെ അധികം കാണിക്കണോ ഒന്നുമില്ല. ഇപ്പൊ ഈ 2 ദിവസത്തിലാണ് എപ്പോഴും ഒന്ന് കാണും, വർത്താനം കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ഏകദേശം ഒരു 6-7 മാസത്തോളായിട്ട് ഉമ്മ വീഡിയോസിലില്ല. വീഡിയോസിൽ മാത്രമല്ല ഈ പെരയിൽ തന്നെ ഇല്ല. കാരണം ഉറങ്ങിയ ഒരു വീടായിരുന്നു. ഇനി നമുക്കതിനെ ഉണർത്തണം. കാരണം ഇനി ഉറങ്ങിയിരുന്നിട്ട് കാര്യമില്ല. കാരണം എന്തായാലും എല്ലാവരും ബാക്കിയുള്ളവരെ സന്തോഷം നമുക്ക് നോക്കണ്ടേ അല്ലേ. നമ്മളൊരാൾ ഇതായിച്ചിട്ട് നമ്മൾ എന്താക്കരുത്, നമ്മളും വിഷമിച്ചിരിക്കരുത്. നാളെ നമ്മളും ഇവിടെയൊക്കെ വിട്ട് പോകേണ്ടവരാണ് അല്ലേ. ഞാനായാലും നിങ്ങളായാലും ആരായാലും ജനിച്ചാലൊരിക്കൽ മരണമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ മരിച്ചവർക്ക് വേണ്ടി നമുക്ക് നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക. എന്തായാലും ഞാനിനി പഴയതിനെ കുറിച്ചിട്ടോ അല്ലാതെ അതിനെ കുറിച്ചിട്ടോ ഒന്നും ചോദിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും നിൽക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചു ഉമ്മാനൊന്ന് കാണിച്ചു തരുമോ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഉമ്മാനൊന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. നാളെ മുതൽ ഉമ്മ ഉണ്ടാവും, കൂടെ എല്ലാത്തിനും ഉണ്ടാവും. നമ്മളെ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഉമ്മാനെയും കൊണ്ട് നമുക്ക് വീടൊന്ന് കാണിച്ചു കൊടുക്കാറുണ്ട്. പുതിയ വീട് കണ്ടിട്ട് ഉമ്മ മാസങ്ങളായി. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. എന്തേ കിണറ്റില് വെള്ളം കാണാൻ പോയി. ഞാൻ ഇനിയിത് തുടരുന്നില്ല. കാരണം ഇവിടെ കണ്ണീരും കലാവും ആവും. നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തത് അവസാനം കണ്ണീര് കടലായി അല്ലേ. എന്താ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. പിന്നെ സൗണ്ടാണെങ്കിലും ചക്കര സൗണ്ടാണെങ്കിലും ഉമ്മയുടെ സൗണ്ടാണെങ്കിലൊക്കെ നമ്മൾ മനസ്സെത്തുന്നിടത്തേക്ക് നമ്മൾ സംസാരം എത്തുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് ഒക്കെ പഴയതുപോലെ വരും. എല്ലാവരും പാപ്പാക്ക് വേണ്ടിയിട്ട് ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഗൈസ് മൊത്തത്തിലെല്ലാവരും കരയിച്ചു ഗൈസ്. എന്തായാലും അങ്ങനെയൊക്കെയാണ്. കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഉമ്മയുടെ ഒരു പ്രകൃതി അങ്ങനെയാണ്. കൂടുതൽ സന്തോഷിച്ചാലും കരയും, സങ്കടിച്ചാലും കരയും, ആലോചിച്ചും കരയും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥ ചിലപ്പോൾ നിങ്ങൾ വീഡിയോയിൽ മാത്രമാണ് ഇപ്പോൾ ഈ കണ്ടത്. ഞാൻ ഈ വീഡിയോ എടുത്തതൊന്നും റീച്ചിന് വേണ്ടിയിട്ടോ അല്ലാതെ ആൾക്കാരെ ഉമ്മ കരയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടോ ഉമ്മക്ക് വാപ്പാനുള്ള ഇതാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. കാരണം എന്താ വെച്ചാൽ അത് അറിയുന്നവർക്ക് എന്തായാലും
അതിനെക്കുറിച്ച് അറിയും. ഓക്കെ, ഞാനിപ്പോൾ ഈ ചിരിക്കണത് നോക്കണം, ഞങ്ങൾ മുമ്പിൽ ചിരിച്ച് കളിക്കണ്ടെന്നുള്ളൂ. എനിക്കും അതിൻ്റേതായിട്ടുള്ള കാരണം ഉമ്മയുടെ കരയുമ്പോൾ ഞാനിപ്പുറത്തിരുന്ന് കരയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നഷ്ടങ്ങളും നമ്മുടെ വേദനകളും ഈ എല്ലാ ആഗ്രഹങ്ങളും ഒരു പുറത്തുള്ളപ്പോൾ ഒരു പുറത്ത് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനും ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉമ്മനെ നമുക്ക് പഴയ ഉമ്മയായിട്ട് നമുക്ക് തിരിച്ചെടുക്കണം. ഇനി വാപ്പാക്ക് വേണ്ടതുള്ളതൊക്കെ വാപ്പാക്ക് ഇനി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കണം. എന്തായാലും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു സന്തോഷത്തിലും ഈ ഒരു ആഹ്ലാദത്തിലൊക്കെ ഇപ്പം എല്ലാം എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. വേറൊക്കെ നമുക്കെല്ലാ